തരീഖത്തിൻ്റെയും തസവൂഫിൻ്റെയും ഒക്കെ ആളുകൾ ഇവിടെ തസവൂഫൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്ന് ഈ അടുത്ത് കേട്ട ഒരു കാര്യം, ഇവിടെ തന്നെ അടുത്ത് ഒരാൾ എന്നോട് ചോദിച്ചു, ഇവിടെ നിങ്ങളുടെ ഈ നാട്ടിൽ അടുത്ത പരിസരത്ത് നിസ്കാരം പഠിപ്പിക്കാൻ എന്നിട്ട് കോഴ്സാണ്, നിസ്കാരത്തിലെ ഖുശൂഅ്. അപ്പൊ നിസ്കാരത്തിലെ ഖുശൂഅ് പഠിക്കാനുള്ള വഴി എന്താ? നീ ചിന്തിക്കുക, അള്ളാഹുവിനെ കുറിച്ച് നീ ഇങ്ങനെ ചിന്തിച്ച് നിസ്കാരത്തിൽ അള്ളാഹു നിന്റെ ഹൃദയത്തിലേക്ക് വന്ന് നിന്റെ ഹൃദയത്തിനുള്ളിലാകുന്നതായി നീ ചിന്തിക്കുക. ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ പറയേണ്ട വർത്താനാണ്. അതിന് ഓരോ ഇംഗ്ലീഷ് അക്ഷര പേര് ഇട്ടുകൊടുത്ത NLP മറ്റേ മറിച്ച പേര് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ, എന്നിട്ട് ആൾക്കാർ 3 ദിവസത്തേക്കും 4 ദിവസത്തേക്കും 10,000 റുപ്യ 20,000 റുപ്യ പൈസ കൊടുത്തിട്ട് കോഴ്സിന് ചേരാം നിസ്കാരം നന്നാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആൾക്കാർ പറയും ഇതുപോലത്തെ നിസ്കാരം ഞാൻ നിസ്കരിച്ചിട്ടില്ല ഇന്ന് വരെ ജീവിതത്തിൽ. ശൈത്താനിയത്താണിത്. അള്ളാഹുവിന്റെ പക്കൽ നിന്ന് ലഭിക്കുന്ന ഖുശൂഅ് ഇങ്ങനെയല്ല ഇത് സംഭവിക്കുന്നത്. അതാണ് അത്ഭുതം. ഇത് സംഭവിക്കുന്ന ആരടുത്തല്ല, ജാറങ്ങളിലും മഖ്ബറുകളിലും പോകുന്ന ആൾക്കാരുടെ അടുത്തല്ല, പിന്നെ തൗഹീദ് ഉണ്ട് വിചാരിക്കപ്പെടുന്ന ആൾക്കാരുടെ അടുത്താണ്. നിസ്കാരം ശരിയാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു അവനെക്കുറിച്ച് നീ ഒരു ഇരുട്ടിനെ കുറിച്ച് ചിന്തിക്കുക, എന്നിട്ട് പതുക്കെ കേന്ദ്രീകരിച്ച് മനസ്സിങ്ങനെ കൊണ്ടുവരാം. വേറൊരു ചെങ്ങായി, പ്രസിദ്ധനായ ആളെ പേര് പറയുന്നില്ല, പ്രസിദ്ധനായ ഒരാൾ അയാളുടെ അടുത്ത് മാനസിക വിഷയങ്ങൾ ചികിത്സിക്കാൻ പോയപ്പോൾ ഇയാൾ മുന്നിലിരുന്നിട്ട് പറയാൻ കൈ ഇങ്ങനെ മേലക്ക്, യാ നൂർ യാ നൂർ യാ നൂർ. ഏത് യാ നൂർ? എന്ത് ദുആണിത്? എന്ത് പ്രാർത്ഥനയാണിത്? അള്ളാഹുവിന്റെ റസൂലുണ്ടോ അള്ളാഹുവിനെ കുറിച്ച് നൂർ എന്ന് പറഞ്ഞിരുന്നു? ഇങ്ങനെയുള്ള കടുത്ത പടവുകൾ ഷിർക്ക് സഹോദരങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഷിർക്ക് ഒരു സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ ശൈത്താൻ ഇപ്പോൾ 100 കൊല്ലം മുൻപ് ഒരു ചെറിയ സ്റ്റെപ്പ് വെച്ചിട്ടുണ്ടാവുള്ളൂ. അതിൻ്റെ ഫലം 100 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ വരിക. നൂഹ് നബിയുടെ ഖൗമിനെ ഷിർക്കിലേക്ക് എത്തിച്ചതുപോലെ ഒരു തൗഹീദുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കാലത്ത് അവരെ ബാധിച്ചിട്ടുള്ള വലിയ പ്രശ്നങ്ങളിലൊന്ന് ഞങ്ങൾ തൗഹീദ് പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന ചിന്തയാണ്. നമുക്ക് ഇനി ഇതെന്ത് പഠിക്കാൻ? നമ്മൾ പഠിച്ചത്ര ആരാ പഠിച്ചിട്ടുള്ളൂ? എന്നിട്ട് ഈ പറഞ്ഞ പഴുവിലൊക്കെ പോയി ചാടുക. ഇതേപോലെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് എന്താ, പവർ സ്റ്റോൺ. അത് കെട്ടിക്കഴിഞ്ഞാൽ നിനക്ക് പോസിറ്റിവിറ്റി ലഭിക്കും. നമുക്ക് പലതരത്തിലുള്ള ഖുറാഫാത്തുകൾ, ബിദ്അത്തുകൾ. അതേപോലെ എന്താ ഡിസ്റ്റന്റ് ഹീലിംഗ്. ഡിസ്റ്റന്റ് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ നീ ഇങ്ങനെ ഇരിക്കുക, ചികിത്സിക്കുന്നവൻ അപ്പുറത്ത് ദൂരത്ത് പോയിരിക്കുക. എന്നിട്ട് എന്താ പറയുന്നത്? അത് അള്ളാഹുവിൻ്റെ സത്ത നിന്നിലൂടെ ഓടുകയാണ്. പലർക്കും പല വാദങ്ങളാണ്, പലർക്കും പല വാക്കുകളാണ്. ഇങ്ങനെ ഇതിനൊക്കെ പോകുന്നത് ആരാണ്? അതാണ് സങ്കടമുള്ള കാര്യം. തൗഹീദ് ഉണ്ട് എന്ന് വിചാരിക്കപ്പെടുന്ന ആളുകളാണ് ഇതിലേക്കൊക്കെ അകപ്പെടുന്നത് പോയിട്ട്. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് മനസ്സിലാവുന്നില്ല. അള്ളാഹുവിനെ കുറിച്ച് എങ്ങനെ പറയണം, ഇത് പറയാൻ പാടില്ല, എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ സിഫത്തുകളെ മനസ്സിലാക്കേണ്ടത് എന്നത് സഹോദരങ്ങളെ, പഠിക്കുന്ന കുട്ടികൾ, നിങ്ങൾ അഖീദ ഏറ്റവും പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഈ ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് അഖീദ പഠിക്കലാണ്. അഖീദ നിങ്ങൾക്ക് തണുത്ത വെള്ളം കുടിച്ചിറക്കുന്നത് എങ്ങനെ ഇറക്കുന്നോ അതുപോലെ നിങ്ങൾ പഠിക്കുക. നിങ്ങളുടെ രക്തത്തിലും മജ്ജയിലും ചേർന്നലിയുന്ന വിധത്തിൽ അഖീദ പഠിക്കുക. അത് വെറുതെ ഒരു വായന നടത്തിയിട്ട് പോകരുത്. അഖീദയുടെ തെളിവുകൾ, ആയത്തുകൾ, ഹദീസുകൾ. നമ്മളിപ്പോൾ ഇവിടെ പലതും പറഞ്ഞു, ധാരാളം തെളിവുകൾ, ആയത്തുകൾ, ഹദീസുകൾ. ഇതിൻ്റെ വജ്ഹ് എന്താണ്? എങ്ങനെയാണ് ഇത് തെളിവാകുന്നത്? ഇത് മനസ്സിലാക്കണം. ഒരാൾ വെറുതെ റസൂൽ സലാസ പഠിച്ചു, എന്നിട്ട് റസൂൽ സലാസയിൽ ദലീലു ഇസ്തിഗാസതി തസ്തഗീസൂന റബ്ബക്കും, ഇതെങ്ങനെ തെളിവായി എന്ന് അവൻ അറിയില്ല. വെറുതെ ഒരു ആയത്ത് പഠിച്ചു വെച്ചു, അതുകൊണ്ട് കാര്യമില്ല. ഇത് എങ്ങനെ തെളിവായി ഞാൻ പഠിച്ചിരിക്കണം. എന്തുകൊണ്ടാണ് ഇതൊരു തെളിവാകുന്നത് നിങ്ങൾക്ക് മനസ്സിലായിരിക്കണം. ഇങ്ങനെ അഖീദ പഠിക്കണം. അങ്ങനെ നിങ്ങൾ പഠിച്ചാൽ മാത്രമേ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന വിധത്തിൽ നിങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ പഠിച്ച കാര്യം ഏറ്റവും ലളിതമായി പറഞ്ഞു കൊടുക്കാൻ പറ്റുക. അഖീദ നിങ്ങൾ ഒരിക്കലും നിസ്സാരമായി കാണരുത്. ഈ വിഷയം ഇവിടെ പലതരത്തിലുള്ള ദലാലത്ത്. ഇപ്പോൾ ഈ നാട്ടിൽ എൻ്റെ ഓർമ്മയിൽ തദബ്ബുറുൽ ഖുർആൻ എന്നുള്ള പേരിലാണ് തോന്നുന്നത് ഈ പരിപാടി നടക്കുന്നത്. നമുക്ക് പേര് കൊടുത്തിരിക്കുന്നു വേറെ. കോഴിക്കോട് ഭാഗത്ത് ഫിത്രത്ത് എന്നുള്ള പേരില്ല, അവിടെ ഫിത്ര. ഇത് നിങ്ങളുടെ ഫിത്രത്താണ്. എന്നിട്ട് ഈ ഫിത്രത്ത് എന്താ അത്ര ദുഃഖകരമായ കാര്യം നൽകി. ഫിത്രത്തിൽ നിന്നിട്ട് ഇതിൽ പോയ ആൾക്കാർ പിന്നീട് പറയണം ഇതിലെന്താണെന്ന് വെച്ചാൽ ആണുങ്ങൾ ഇപ്പുറത്തും പെണ്ണുങ്ങൾ ഇപ്പുറത്തും. എന്നിട്ട് ഇതിങ്ങനെ ഫിത്രത്തെ ഇളകിയിട്ട് ആൾക്കാരിങ്ങനെ തുള്ളുക. ഞാൻ വെറുതെ പറഞ്ഞ വാക്കല്ല, ശരിക്കും എണീച്ച് നിന്നിട്ട് തുള്ളുമ്പോൾ ചില ആൾക്കാർ എന്നിട്ട് ഇത് ചെയ്യുന്ന ആള് പിടിച്ചു കിട്ടുക ഫിത്രത്ത് കൂടിയിട്ട്. എന്താ അവസരങ്ങൾ അടിച്ചു. തൗഹീദ് പഠിപ്പിക്കപ്പെട്ടൊരു ഖൗമിലേക്ക് ഷിർക്ക് ഏത് രൂപത്തിലാണ് വന്നെത്തുന്നത് നോക്കിയോ, ഏത് വിധത്തിലാണ് ഷിർക്ക് വന്നെത്തുന്നത് നോക്കി. ഇന്ന് ആളുകൾക്ക് എന്തെങ്കിലും ഒരു പുതിയ പേര് കൊടുത്താൽ മതി. പ്രത്യേകിച്ച് ഇത് ചികിത്സയുടെ രൂപത്തിലാണ് കയറി വരുന്നത്. ചികിത്സ എന്ന പേര് കേട്ടാൽ ഖലാസ്, പിന്നെ എന്തും ആവാം. അങ്ങനെ ആവരുത്. നിന്റെ രോഗം ഒന്നുമില്ലാതെ പരിപൂർണമായിട്ട് മാറ്റിത്തരാന്ന് ഒരാൾ പറയാണ്. പക്ഷെ നീ അതിനുവേണ്ടി ഷിർക്ക് ചെയ്യേണ്ടി വന്നാലോ, നിന്റെ രോഗം അവിടെ കിടന്നോട്ടെ, എന്നാലും പ്രശ്നമില്ലാന്ന് വിചാരിച്ചത്. കാരണം പരലോകം നഷ്ടപ്പെടുന്ന കാര്യമാണിത്. ചികിത്സയുടെ പേരിലാണ് പല ആൾക്കാർ പല അഖീദയും പ്രചരിപ്പിക്കുന്നത്. ഇന്ന്
ചികിത്സ എന്ന് പറഞ്ഞിട്ട് ഫോൺ വിളിച്ചാൽ എന്തെങ്കിലും സൗണ്ട് കേൾക്കോ? ഇല്ല. അപ്പുറത്തൊന്നും കേൾക്കൂല. കേട്ടോ പറയാന്നിട്ട് എൻ്റെ അസുഖമൊക്കെ മാറി. ഇതെന്ത് ചികിത്സയാണിത്? റഹീൽ അദ്ദേഹം പറഞ്ഞേക്കാണ്, ചികിത്സയുടെ രൂപങ്ങൾ 3-4 രൂപങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഈ പറഞ്ഞതിൻ്റെ ഏതിന് സമാനമായ രൂപം ഇരിക്കണം. ഒന്നല്ലെങ്കിൽ നിന്റെ ശരീരത്തിലേക്ക് എന്തെങ്കിലും ഇറങ്ങണം മരുന്ന് പോലെ, അല്ലെങ്കിൽ നിന്റെ ശരീരത്തിന് എന്തെങ്കിലും പുറത്തെടുക്കണം ഹിജാമ പോലെ, അല്ലെങ്കിൽ നിന്റെ ശരീരത്തിൽ എന്തെങ്കിലും പുരട്ടണം ഓയിൽമെന്റോ മറ്റോ പോലെ. എന്തെങ്കിലും ഒരു ബന്ധം വേണ്ട ഇതിന് മനുഷ്യന്റെ ശരീരമായിട്ട്. ഈ ഫോണിൽ കൂടെ ഇങ്ങനെ നിശബ്ദത കേട്ടിരുന്നു കഴിഞ്ഞാൽ എങ്ങനെ നിന്റെ അസുഖം മാറും? ഇങ്ങനത്തെ പല ജാതി അഖീദകൾ തൗഹീദുള്ള ആൾക്കാരെടുത്താണ് ഈ കയറി പറ്റുന്നത്. എന്നിട്ട് അതിന് ന്യായം പറയുന്നത് എൻ്റെ അസുഖം മാറി എന്നുള്ളതാണ്. നിന്റെ അസുഖം മുഴുവൻ മാറി നിനക്ക് 100 കൊല്ലം ആയുസ് കിട്ടിയാലും ശിർക്ക് ഒരു കാര്യം അതുകൊണ്ടില്ല. അതുകൊണ്ട് കുട്ടികളെ, സഹോദരങ്ങളെ, അഖീദ നന്നായി പഠിക്കണം. ഇൻഷാ അല്ലാഹ് കിതാബ് നമുക്ക് മറ്റൊരവസരത്തിൽ ഇൻഷാ അല്ലാഹ് പൂർത്തീകരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീൻ പഠിക്കാൻ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ പഠിച്ച കാര്യങ്ങൾ അല്ലാഹു പരലോകത്തെ നമുക്ക് ഉപകരിക്കുന്ന വിജ്ഞാനങ്ങളിൽ രേഖപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമാ